ഹായ്, എന്തൊരു സുഗന്ധം! ഈ സുഗന്ധം ഇവിടെ നിന്നാണ്? സൂനങ്ങളിൽ നിന്നോ അതോ ഫലങ്ങളിൽ നിന്നോ അതോ വന്യമൃഗങ്ങളിൽ നിന്നോ? എവിടെ നിന്നാണ് ഈ സുഗന്ധം? ഈ കാനനത്തിൽ കാണും ഇവൾ ആരാവാം? അപ്സരസോ അതോ ദേവകന്യകയോ? മനം മയക്കും സുഗന്ധം ഇവളിൽ നിന്നോ? ഹേ ഭവതി, പറയൂ, ആരാണ് നീ? രൂപലാവണ്യം കണ്ടിട്ട് ദേവതയെയും അപ്സരസിനെയും വെല്ലുന്നു എങ്കിൽ വേഷവിധാനം കണ്ടിട്ട് ഒരു ദാക്ഷാംഗനയെ പോലെയുണ്ട്. പറയൂ, ആരാണോ നീ? ഞാൻ ദാശമുഖ്യന്റെ മകൾ സത്യവതി. അങ്ങയെ കണ്ടിട്ട് രാജാവിനെ പോലെയുണ്ട്. രാജാവ് തന്നെയാണോ? എങ്കിൽ പ്രണാമം. നാം ഹസ്തിനപുരിയിലെ രാജാവ്, മഹാരാജാവ് ശന്തനു. ഭവതിയെ കണ്ട മാത്രയിൽ തന്നെ ഞാൻ ഭവതിയിൽ അനുരക്തനായിരിക്കുന്നു. ഭവതിയുടെ ആഗമനം നമ്മുടെ കൊട്ടാരത്തെ സ്വർഗീയമാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഭവതിയെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് കൂട്ടാൻ ഞാൻ തയ്യാറാണ്. പ്രണാമം മഹാരാജൻ. ഞാൻ മുക്വ പ്രമാണിയായ ദാശമുഖ്യന്റെ മകൾ. എന്തിനും ഏതിനും എന്റെ പിതാവിന്റെ സമ്മതം ചോദിക്കണം. എങ്കിൽ അങ്ങനെ ആവട്ടെ. മഹാരാജൻ, അങ്ങേക്ക് പ്രണാമം. അങ്ങ് എന്താണ് ഈ അടിയന്റെ മുക്കുവക്കുടിലേക്ക് വരാനുള്ള കാരണം? ദശരാജൻ, അങ്ങയുടെ മകൾ സുന്ദരിയും സുമുഖിയും സുശീലയുമായ സത്യവതിയെ നാം കാണാനിടയായി. കണ്ട മാത്രയിൽ തന്നെ ഞാൻ അവളിൽ അനുരക്തനായിരിക്കുന്നു. അവളെ നമ്മുടെ കൊട്ടാരത്തിലെ പട്ടമാശിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവളുടെ ആഗമനം നമ്മുടെ കൊട്ടാരത്തെ സ്വർഗതുല്യമാക്കുമെന്ന് നാം കരുതുന്നു. മഹാരാജൻ, അങ്ങയുടെ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അതെങ്ങനെ സാധ്യമാകും? ദേശരാജൻ, അങ്ങയുടെ മകൾ സൗഭാഗ്യത്തിലേക്ക്, പട്ടവാശി പദത്തിലേക്ക് ഈ വിവാഹത്തിലൂടെ ആനയിക്കപ്പെടും. മഹാരാജൻ, എങ്കിൽ അങ്ങ് എനിക്ക് 2 വാഗ്ദാനങ്ങൾ നൽകണം. വാഗ്ദാനങ്ങളോ? അതെന്താണ്? ഒരു കന്യകയുടെ പിതാവെന്ന നിലയിൽ ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നത്. പറഞ്ഞോളൂ. മറ്റൊന്നും കൊണ്ടല്ല, വിവാഹാനന്തരം എന്റെ മകളെ മഹാറാണിയായി വാഴിക്കണം. രണ്ടാമത്, അവളിൽ അങ്ങേക്ക് ജനിക്കുന്ന പുത്രനെ യുവരാജാവാക്കണം. ദേശരാജൻ, രാജാവിന്റെ അതിനെതിരുള്ള എല്ലാ സ്വത്തുവകകളെയും അവകാശി മഹാരാജാവ് തന്നെയാണ്. എങ്കിലും സത്യത്തിനും നീതിക്കും വിധേയമായ രീതിയിലെ നാം എന്തും പ്രവർത്തിക്കുകയുള്ളൂ എന്നതറിയാം മഹാരാജൻ. എന്നാലും ഒരു കന്യകയുടെ പിതാവെന്ന നിലയിൽ പറഞ്ഞതാണ്. മനസ്സിലാക്കുന്നു നാം. പട്ടമാശി സ്ഥാനം ഉറപ്പ്. പക്ഷേ നമ്മുടെ പുത്രൻ ദേവവ്രതനാണ് ഇപ്പോഴത്തെ യുവരാജാവ്. ആ സ്ഥാനം ഇനി മറ്റാർക്കുമില്ല. യുവരാജാവ് ദേവവ്രതൻ തന്നെയാണ്. എങ്കിൽ ഈ അടിയനോട് ക്ഷമിക്കണം പ്രഭു. പിതാശ്രീ, അങ്ങ് വളരെ വിവശനായിരിക്കുന്നല്ലോ. എന്താണ് അതിനുള്ള കാരണം? അങ്ങനെയൊന്നുമില്ല.
ശരീരത്തിനും മനസ്സിനും ഒരു വല്ലായ്മ. നായാട്ടിന് പോയി വന്നതിനു ശേഷമാണ് മന്ത്രിമാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ശരിയാവാം. എന്തായാലും അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാം. ദാശമുഖ്യന് പ്രണാമം. പ്രണാമം. ഞാൻ ദേവവ്രതൻ, ശന്തനു മഹാരാജാവിന്റെ പുത്രൻ. എന്റെ പിതാവ് ഇവിടെ വന്ന് മടങ്ങിയതിനു ശേഷം വളരെ വിവശനായും മനക്ലേശത്തിലും കാണപ്പെട്ടു. അതിനുണ്ടായ കാരണം എന്താണ്? ഓ, അങ്ങനെയാണോ? അതിൽ ക്ഷമ ചോദിക്കുന്നു. അത് ചിലപ്പോ എന്നിൽ നിന്നുമുണ്ടായ വാക്കുകളായിരിക്കാം അതിനുള്ള കാരണം. എന്താണവ? അദ്ദേഹം എന്റെ മകളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നത് ഞാനും ആഗ്രഹിച്ചു. എന്താണ് ആഗ്രഹങ്ങൾ? അത് വിവാഹാനന്തരം എന്റെ മകളെ മഹാറാണിയായി വാഴിക്കണം. രണ്ടാമത് അവർക്കുണ്ടാകുന്ന പുത്രനെ യുവരാജാവാക്കണം. അത്ര തന്നെ. പക്ഷേ അത് നടക്കില്ലെന്ന് മഹാരാജാവ്. അപ്പോൾ എന്റെ പിതാവിന്റെ ദുഃഖത്തിന് കാരണം ഞാനാണല്ലോ. ഈ പ്രശ്നം എന്നിലൂടെ മാത്രമേ പരിഹരിക്കാനാകൂ. ഒരു പിതാവ് മകളുടെ സുഖവും ഐശ്വര്യവും മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. അതുപോലെ ഞാനും ആഗ്രഹിച്ചു. ദാശരാജൻ, അങ്ങ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങ് പിതൃസ്നേഹം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്റെ പിതാവും അതുതന്നെയാണ് ചെയ്തത്. എന്നോടുള്ള അമിത സ്നേഹം. ഞാൻ എന്റെ പിതാവിനെ ഇതിൽ നിന്നും രക്ഷിക്കും. അതിന് എന്തും ഏതും ത്യജിക്കും. ദാശരാജൻ, അങ്ങയുടെ മകളെ എന്റെ പിതാവിന് വിവാഹം ചെയ്ത് നൽകുക. ഞാൻ ഉറപ്പ് നൽകുന്നു, അങ്ങയുടെ മകൾക്കുണ്ടാകുന്ന പുത്രനായിരിക്കും അടുത്ത കിരീടാവകാശം. യുവരാജാവേ, അങ്ങേക്ക് അങ്ങനെ പറയാം. പക്ഷേ അങ്ങയുടെ വിവാഹശേഷം അതിലുണ്ടാകുന്ന പുത്രനായിരിക്കും യുവരാജാവ്. അപ്പോൾ എന്റെ മകളും അവരുടെ മക്കളും അവരുടെ ഗതി എന്താകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ദാശരാജൻ, എനിക്ക് എന്റെ പിതാവിന്റെ സുഖമാണ് പ്രധാനം. അങ്ങേക്ക് അങ്ങയുടെ മകളുടെ ഭാവിയും. രണ്ടും ഒരുപോലെ അഭികാമ്യം. ലോകൈകനാഥനായ സൂര്യദേവ, വായുദേവ, അഗ്നിദേവ, എന്റെ പ്രിയ മാതാവായ ഗംഗാദേവിയെ സർവചരാചരങ്ങളെയും സാക്ഷി നിർത്തി ശന്തനു മഹാരാജാവിന്റെ പുത്രൻ ഗംഗേയനായ ദേവവ്രതന്റെ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ഇനി വിവാഹമേ കഴിക്കില്ല. ഞാൻ നിത്യ ബ്രഹ്മചാരിയായിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ദാശരാജൻ, ഇന്നു മുതൽ അങ്ങയുടെ മകൾ എന്റെ മാതാവായിരിക്കും. പിതാവേ, അനുഗ്രഹിച്ചാലും. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് പിതാവാണ്. അദ്ദേഹത്തിന്റെ ഏതാഗ്രഹവും സ്വന്തം ജീവൻ ത്യജിച്ചിട്ടായാലും അത് ഞാൻ സാധിക്കും. അതാണ് പിതൃഭക്തി. അത് ഞാൻ ചെയ്തു. പുത്ര, നീ ഇനി ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെടും. നിനക്ക് സ്വച്ഛന്ത മരണമെന്ന വരവും നാം നൽകുന്നു. മംഗളം ഭവിക്കട്ടെ.